എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തുരുമ്പ് പിടിച്ച് നശിച്ചു പോയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും പുതിയതുപോലെ എങ്ങനെയാക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ മേടിച്ചിട്ട് 2 മാസമായ ചീനച്ചട്ടിയാണ്. തുറന്നു നോക്കിയപ്പോൾ അവിടെ ഇവിടെയായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഈ തുരുമ്പൊക്കെ നീക്കം ചെയ്തതിന് ശേഷമുള്ള ചീനച്ചട്ടിയാണ് വീഡിയോയുടെ ആദ്യം നിങ്ങൾ കണ്ടത്. ആദ്യം തന്നെ ചീനച്ചട്ടി ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കഴുകാം. മെറ്റൽ സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ വൃത്തിയായിട്ട് കിട്ടും. നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷവും ഇതിലെ തുരുമ്പ് പോയിട്ടില്ല. തുരുമ്പ് മുഴുവനായിട്ട് കളയുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഇവിടെ 2 ദിവസത്തെ കഞ്ഞിവെള്ളം ഒരു ബക്കറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചീനച്ചട്ടി ഇറക്കി വെക്കാം. 2 ദിവസം ഇതുപോലെ ഈ ചീനച്ചട്ടി കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് മുക്കി വെക്കണം. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. കഞ്ഞിവെള്ളം പൊളിച്ച് ഇരുമ്പിൻ്റെയും തുരുമ്പിൻ്റെയൊക്കെ ഒരു മണം വന്നിട്ടുണ്ട്. 2 ദിവസം കഞ്ഞിവെള്ളത്തിൽ കിടന്നപ്പോൾ ഇരുമ്പ് ചട്ടി ഈ ഒരു അവസ്ഥയിലായി. ഇതിൻ്റെ തുരുമ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തുരുമ്പ് പിടിച്ച ഇരുമ്പ് പാത്രങ്ങളുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പുതിയതുപോലെ ആക്കി മാറ്റാൻ പറ്റും. പാത്രം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തുരുമ്പ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ഡിഷ് വാഷ് എടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് തുരുമ്പ് പിടിച്ച ഭാഗം നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കാം. ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കുമ്പോൾ തുരുമ്പ് പിടിച്ച ഭാഗങ്ങൾ പ്രത്യേകം നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കാം. ഇതിൻ്റെ പുറം ഭാഗവും ഇതുപോലെ തന്നെ ഉരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളത്തിൽ കഴുകിയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഞാനിത് അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളയുകയാണ്. ചട്ടിയിൽ ഇപ്പോൾ വെള്ളമൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് എണ്ണ എല്ലാ ഭാഗത്തുമായി തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നവർ ഓരോ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം എണ്ണ പുരട്ടി ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇരുമ്പ് പാത്രങ്ങൾ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. ചട്ടിക്ക് ചെറിയ ചൂടുള്ള സമയത്താണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. ചട്ടിയുടെ എല്ലാ ഭാഗത്തുമായിട്ട് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് സമയം അടുപ്പത്ത് വെക്കുമ്പോൾ ഇതിന് പുക വരാൻ തുടങ്ങും. ആ സമയം ഇതൊന്ന് ഓഫ് ചെയ്യാം. പാത്രം ഇപ്പോൾ അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒരു രാത്രി മുഴുവൻ ഇതുപോലെ വെറുതെ പുറത്ത് വെക്കുന്നുണ്ട്. രാത്രി മുഴുവൻ എണ്ണ പുരണ്ടിരുന്ന പാത്രം ഇപ്പോൾ കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാത്രത്തിൽ ഒരു തരി തുരുമ്പ് പോലും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ നല്ലെണ്ണ തേച്ച് പിടിപ്പിച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് പാത്രം നല്ല നോൺ സ്റ്റിക്ക് പോലെ ആയി വരും. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് പുതിയതായിട്ട് മേടിക്കുന്ന ഇരുമ്പ് പാത്രങ്ങൾ മയക്കിയെടുക്കുന്നതും. വീട്ടിൽ തുരുമ്പ് പിടിച്ച പാത്രങ്ങളൊക്കെ ഇതുപോലെ ഇരിപ്പുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.